പ്രിയമുള്ളവരെ, ഷഹബാസിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു അറിയും? അതും കൂടി കേട്ടപ്പോൾ വളരെ അധികം സങ്കടം തോന്നിട്ടോ. MP ഷാഫി പറമ്പിൽ ഷഹബാസിന്റെ വീട് സന്ദർശിച്ചപ്പോൾ ഷഹബാസിന്റെ ഉപ്പ പറഞ്ഞ വാക്കുകളാണ് എല്ലാവരെയും സങ്കടത്തിലാക്കിയത്. ഉപ്പ സങ്കടത്തിൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ: അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഉമ്മയുടെ കണ്ണ് നിറയരുതേ എന്ന് മാത്രമായിരുന്നു അത്രേ. ഉമ്മയ്ക്ക് പ്രയാസമാകരുത് എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് രാത്രി ആ വീട്ടിലുള്ളവർ ഭക്ഷണം കഴിച്ച ശേഷം പാത്രം മുഴുവനും സ്വയം കഴുകിയിരുന്ന മകനെ പറ്റി പറയുമ്പോൾ ആ പിതാവ് ചോദിക്കുന്നുണ്ട്, എത്ര മക്കളുണ്ടാവും ഈ കാലത്ത് അവനെ പോലെ എന്ന്. അവന്റെ ഉറ്റ സുഹൃത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഷഹബാസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വന്ന ആ കുട്ടി പിതാവിനോട് പറഞ്ഞിരുന്നു അത്ര, ജീവിതത്തിലെ ലക്ഷ്യം പറയുന്നത് പോലും ഉമ്മ കരയരുത് എന്നായിരുന്നു അത്ര. ഇവിടെയാണ് നാം മനസ്സിരുത്തി ചിന്തിക്കേണ്ടത്. മക്കളാൽ മാതാപിതാക്കൾ കൊല്ലപ്പെടുന്ന വാർത്തകൾ വായിക്കേണ്ടി വരുന്ന ഈ ഒരു കാലത്ത് ഉമ്മയുടെ സന്തോഷം മാത്രം ആഗ്രഹിച്ച ഒരു 10ാം ക്ലാസ്സുകാരൻ സഹപാഠികളാൽ കൊല്ലപ്പെട്ട് ആ ഉമ്മയുടെ തോരാത്ത കണ്ണീര് ബാക്കിയാവുന്ന ദുരവസ്ഥ ഒരാളെ കൊണ്ടും താങ്ങാനാകില്ല. അവന്റെ ഉമ്മ ജീവിതത്തിൽ ഒരിക്കലും കരയരുത് അല്ലെങ്കിൽ പ്രയാസപ്പെടരുത് എന്ന് ആഗ്രഹിച്ചിരുന്ന പൊന്നുമോൻ ഷഹബാസ്. ജീവിതകാലം മുഴുവൻ ആ ഉമ്മ സങ്കടപ്പെടാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഷഹബാസിന് നീതി കിട്ടണം. അതിനായിട്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ജാതി മത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഷഹബാസിന് നീതി ലഭിക്കും തീർച്ചയായും. അതിന് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നേ മതിയാവും. ഇനിയൊരു കുടുംബത്തിനും കേരളത്തിൽ ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഷഹബാസിന്റെ ഉമ്മാക്കും അനിയനും ഉപ്പാക്കും എല്ലാവർക്കും പടച്ചറബ് സമാധാനം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടാണ് സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളത്. അനുഭവം കൊണ്ട് പറയാണ്, ചതിയന്മാരുടെ ലോകമാണ്. സ്നേഹത്തിനും മനുഷ്യത്തിനും മനുഷ്യന്റെ ജീവന് പോലും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. യാതൊരുവിധ കാരണവശാലും ആരുമായി അടിയുണ്ടാക്കാനും വഴക്കിനും പ്രശ്നത്തിനും ഒന്നും പോകണ്ട. നമ്മൾ കരുതുന്നത് പോലെയല്ല ആരും. ലഹരിയും കള്ളിന്റെയും ബോധമില്ലായ്മയിൽ പലരും പലതും ചെയ്തു കൂടുന്നുണ്ട്. പക്ഷെ എന്റെ സഹപാഠികൾ എന്നെ അടിച്ചു കൊന്നത് നല്ല സ്വബോധത്തിൽ തന്നെയാണ്. പിന്നെ രുചിച്ചു നോക്കാനും കുടിച്ചു നോക്കാനും പല പല സാധനങ്ങളുമായി പലരും വരും. രക്തത്തിളപ്പിന്റെ ചൂടി നമുക്ക് എല്ലാത്തിനോടും അപ്പോൾ ഒരു ഹരമാണ്. തല്ലാനും കൊല്ലാനും വഴക്കുണ്ടാക്കാനും കള്ളു കുടിക്കാനും കഞ്ചാവ് വലിക്കാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ഇതൊന്നുമില്ലാതെ സ്വസ്ഥമായി സമാധാനമായി ഒന്ന് ജീവിക്കാനാണ് ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ട്. എല്ലാത്തിൽ നിന്നും വിട്ടുനിൽക്കാനും നല്ലതും ചീത്തയും മനസ്സിലാക്കി ജീവിക്കാനും സാധിക്കണം. ആരുടെയും സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല, അവനവന് വേണ്ടി തന്നെ, നമ്മുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും വേണ്ടി. ഉപദേശങ്ങളെ തള്ള വൈബിലേക്കും തന്ത വൈബിലേക്കും പക്ഷം ചേർക്കാതെ കുറച്ചെങ്കിലും അവരുടെ വാക്കുകൾ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക. നമ്മളെക്കാൾ ജീവിതം പഠിച്ചവരും മനസ്സിലാക്കിയവരുമാണ് അവർ. പക്വത നിറഞ്ഞ ആളുകൾ നമ്മളെ ഉപദേശിക്കുന്നത് നമ്മുടെ നല്ലതിന് വേണ്ടി മാത്രമാണ്. ആരുടെയെങ്കിലും കത്തിക്കും ഇരയാവാനോ സ്വബോധം നശിക്കുന്ന തരത്തിലുള്ള ലഹരിക്ക് അടിമപ്പെട്ട് തീർക്കാനോ ഉള്ളതല്ല നമ്മുടെ ജീവിതം. എന്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോഴും 2 തവണ ചിന്തിക്കുക, അല്ലെങ്കിൽ നഷ്ടം നമ്മുടെ കുടുംബത്തിന് മാത്രമാണ്. എൻ്റെ അവസ്ഥയും എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ഗതി ലോകത്ത് ഇനി ആർക്കും വരാതെ ഇരിക്കട്ടെ. എന്നെ അറിയാത്ത ഞാൻ, അറിയാത്ത നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വേണ്ടി പോരാടുന്നത് കാണുമ്പോൾ, ശബ്ദിക്കുന്നത് കാണുമ്പോൾ, സമരം ചെയ്യുന്നത് കാണുമ്പോൾ ഒരു നിമിഷത്തേക്കെങ്കിലും പടച്ചോൻ എനിക്ക് ജീവൻ തിരിച്ചു തന്നെങ്കിൽ എന്ന് എനിക്ക് വല്ലാണ്ട് പൂതി തോന്നാം. എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ നിൽക്കണം. അവർക്ക് ഇനി താങ്ങായി തണലായി നിങ്ങളൊക്കെ ഉള്ളൂ. സ്നേഹിച്ചവർക്കും ദ്രോഹിച്ചവർക്കും ശപിച്ചവർക്കും കൊന്നവർക്കും കൊല്ലിച്ചവർക്കും കൂടെ നിന്നവർക്കും എനിക്ക് വേണ്ടി വാദിക്കുന്നവർക്കും എല്ലാവർക്കും നന്ദി മാത്രം എന്ന് ഒത്തിരി സ്നേഹത്തോടെ മുഹമ്മദ് ഷഹബാസ്.